ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലുള്ള രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പാഠഭാഗത്തിൻ്റെ പേരാണ് മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്സ്. ഈ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കുറച്ച് കവിതയുടെ വരികൾ കൊടുത്തിട്ടുണ്ട്. The above verse is from Perumal Thirumozhi, written by Kulashekara Alvar, a Bhakta poet who lived in Kerala in 9th century. 9ാം നൂറ്റാണ്ടിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന കുലശേഖര ആൾവാർ എഴുതിയ പെരുമാൾ തിരുമൊഴി എന്നുള്ള കവിതയിൽ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാട്ട് ഈസ് എ തീം? ടു വിഷ്, ടു ബി ബോൺ ആസ് എ dove, to live on this hill, to be born as a fish in the pond at Thiruvenkata Hills, to stand as a Champaka flower there, to stand as a pillar on top of Venkata Hills, to lie down as a step at the door of that temple. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ അർത്ഥം നോക്കാം. തിരുവെങ്കടമലയിൽ ഒരു പ്രാവായേ, അല്ലെങ്കിൽ അവിടുത്തെ കുളത്തിലെ ഒരു മീനായോ, ഒരു ചെമ്പക പൂവായോ, മലയിലെ ഒരു തൂണായോ, ക്ഷേത്രത്തിലെ ഒരു ചെടിയായെങ്കിലും ജനിച്ചാൽ മതിയായിരുന്നു എന്നാണ് ഈ കവിതയുടെ അർത്ഥം. The above verse is from Perumal Thirumozhi, written by Kulashekara Alvar, a Bhakt poet who lived in Kerala in the 9th century. 9ാം നൂറ്റാണ്ടിൽ നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആൾവാർ എന്ന് പറയുന്ന ഒരു ഭക്ത പോയറ്റ് എഴുതിയ പെരുമാൾ തിരുമൊഴി എഴുതിയതിലെ കുറച്ച് വരികളായിരുന്നു മുകളിൽ തന്നിരിക്കുന്നത്. എന്താണ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ തീം ബിഹൈൻഡ് ദ ലൈൻ? ഈ ലൈനിൻ്റെ തീം എന്തായിരുന്നു? അതായത് ദൈവത്തോടുള്ള ഇഷ്ടത്തോട്, നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു അമ്പലത്തിലെ ഒരു പ്രാവായോ പൂവായോ തൂണായെങ്കിലും ഞാൻ ജനിച്ചിരുന്നുവെങ്കിൽ എന്നാണ് ആ വരികളിൽ അർത്ഥമാക്കുന്നത്. അടുത്ത നോക്കാം. ഭക്തി ഈസ് എ ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ദ ഗോഡ്. ഒരു വ്യക്തി അവരുടെ സമ്പൂർണമായി അവരുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഭക്തി എന്ന് പറയുന്നത്. The ideas and activities that arise out of bhakti are known as bhakti movement. ഈ ഒരു ഭക്തിയുമായി ബന്ധപ്പെട്ടിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആശയങ്ങളും പ്രവർത്തനങ്ങളെ എല്ലാം കൂടി ചേർന്ന് നമ്മൾ പറയുന്നതാണ് ഭക്തി മൂവ്മെന്റ്. Bhakti means total submission of one's life to God. Bhakti movement means the ideas and activities that arise out of bhakti are known as bhakti movement. The conservative outlook that the caste system and that prevailed in medieval India perpetuated discrimination among the people. medieval ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റവും അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വേർതിരിവ് അല്ലെ? ആളുകൾ തമ്മിൽ പല രീതിയിലുള്ള വിവേചനങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു medieval ഇന്ത്യ എന്ന് പറയുന്നത്. The social groups subjected to caste discrimination were attracted to the Bhakti movement. Gradually, at different times, there occurred synthesis of various visions and practices in India. In this chapter, we shall discuss the two important cultural movements that spread across India during the medieval period, that is Bhakti Sufi movement. medieval ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട കൾച്ചറൽ മൂവ്മെൻറ്റുകളായ ഭക്തി സൂഫി മൂവ്മെൻറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. നോക്കാം. ഭക്തി മൂവ്മെൻറ്റ് ഇൻ സൗത്ത് ഇന്ത്യ. Bhakta poet who lived in South India composed hymns and devotional song that express unwearying devotion to their favorite deity. അവരുടെ ഇഷ്ട ദൈവത്തോട് ആത്മാർത്ഥമായിട്ടുള്ള അവരുടെ ഇഷ്ടം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഭക്ത പോയറ്റുകൾ കുറേ കവിതകളും രചനകളും കീർത്തനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. These Bhakta poet were devotees of Vishnu known as Alvar, devotees of Shiva known as Nayanar. മെയിനായിട്ട് രണ്ട് തരത്തിലുള്ള പോയിറ്റ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ആൽവാർ എന്നും അതുപോലെ തന്നെ നയനാർ എന്നും. ഇതിൽ ആൽവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ഭക്തരായിട്ടുള്ള പോയറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽവാർസ് എന്നുള്ളത്. അതുപോലെ ശിവഭക്തരായിട്ടുള്ള പോയറ്റുകളെ നയനാർ എന്ന് പറയുന്നു. ഇനി നമുക്ക് നോക്കാം ഭക്തി മൂവ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം.
ഭക്തി മൂവ്മെൻറ്റ് ഈസ് ഇൻ സൗത്ത് ഇന്ത്യ, അതായത് സൗത്ത് ഇന്ത്യയിലുള്ള ഭക്തി മൂവ്മെൻറ്റുകൾ എങ്ങനെയാണ്? ഒന്ന്, കമ്പോസിഷൻ ഓഫ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജ്. ആ കാലഘട്ടത്തിൽ കീർത്തനങ്ങളും സോങ്ങുകളും കമ്പോസ് ചെയ്യുകയും, കമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രചിക്കുകയും അത് പാടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയുള്ള ഭാഷയായിരുന്നു? വെർണാക്കുലർ ലാംഗ്വേജസ്, പ്രാദേശിക ഭാഷകളിൽ സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന പ്രാദേശിക ഭാഷയിലായിരുന്നു അത് രചിച്ചിട്ടുണ്ടായിരുന്നത്. ലവ് ആൻഡ് സബ്മിഷൻ ഈസ് ഗോഡ്, അതായത് സ്വയം നമ്മുടെ ഇഷ്ട ദൈവത്തോട് ഓരോ വ്യക്തികളും സ്വയം സമർപ്പിച്ചുകൊണ്ടാണ് കീർത്തനങ്ങളും രചനകളും നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ദൈവത്തോടുള്ള ഇഷ്ടം അവർ പ്രകടിപ്പിച്ചിരുന്നത് കീർത്തനങ്ങൾ ആലപിച്ചിട്ടാണ്. സ്വയം ദൈവത്തോട് സമർപ്പിച്ചുകൊണ്ട് കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട്. അടുത്തത് ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് കാസ്റ്റ്. ഇവിടെ ഈ ഭക്ത മൂവ്മെൻറ്റ് ടൈമിൽ എന്തുണ്ടായിരുന്നില്ല? കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അവിടെ എല്ലാ ആളുകൾക്കും ഇഷ്ടദൈവത്തോട് പ്രാർത്ഥിക്കാനും ഗാനങ്ങൾ ആലപിക്കാനും ഉള്ള ഒരു അവസരം നൽകിയിരുന്നു. അവിടെ എന്താ? ഇറസ്പെക്റ്റീവ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ജാതി വ്യത്യാസമൊന്നും ഇല്ലാതെ. അടുത്ത് നോക്കാം, ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് എ വുമൺ. മധ്യകാലഘട്ടം, അതായത് മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്നത് പൊതുവെ സ്ത്രീകളെ അകറ്റി നിർത്തുകയും അതായത് അവർക്ക് പരിഗണന കുറവായി കൊടുക്കുന്നൊരു കാലഘട്ടമായിരുന്നു. സ്ത്രീകൾക്ക് പൊതുവെ അംഗീകാരവും പരിഗണനയും കിട്ടാത്ത കാലഘട്ടത്തിൽ ഭക്ത മൂവ്മെൻറ്റിലൂടെ കുറേയധികം സ്ത്രീകൾ മുന്നോട്ടിറങ്ങി വരികയും അവർക്ക് അവരുടെ കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാനും അവർക്ക് ഇഷ്ടദൈവത്തോടുള്ള ഗാനം ആലപിക്കാനുമുള്ള അവസരമെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡീപ്പ് ഡിവോഷൻ ടു ദ ബിലോവ്ഡ് ഡൈറ്റി, അതായത് നമുക്ക് ഇഷ്ടദൈവത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനും ഇതിനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഭക്തി മൂവ്മെൻറ്റിൻ്റെ, സൗത്ത് ഇന്ത്യയിൽ ഭക്തി മൂവ്മെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്? കമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ്, പ്രാദേശിക ഭാഷകളിൽ രചനകൾ നടത്തുകയും ആലപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്. അടുത്ത ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ, ഡീപ്പ് ഡിവോഷൻ ഇസ് ബിലോവ്ഡ് ഡൈറ്റി. അടുത്ത നോക്കാം, ദ ഭക്ത മൂവ്മെൻറ്റ് എമേർജ്ഡ് as a popular movement in Tamil Nadu. Alvars and Nayanas traveled from place to place singing devotional songs in vernacular languages, which helped in spreading devotion among people. സാധാരണക്കാരായ ആളുകൾക്കിടയിൽ ഭക്തി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആൽവാസും നായനാസും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓരോ സ്ഥലങ്ങളിലും യാത്ര ചെയ്യുകയും അവിടെയുള്ള പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്തു. ഇത് എന്തിനു സഹായിച്ചു? സ്പ്രെഡിങ് ഡിവോഷൻ എമംഗ് പീപ്പിൾ, ആളുകളുടെ ഇടയിൽ ഭക്തി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ദ കമ്പോസിഷൻ ഓഫ് ഭക്ത പോയറ്റ് ഹാഡ് ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഓൺ കോമൺ പീപ്പിൾ വെർ എവിൽ പ്രാക്ടീസസ് ആൻഡ് ഇൻഇക്വാളിറ്റി വെർ ഡോമിനൻ്റ്. ഏത് സ്ഥലത്താണോ അനാചാരങ്ങളും അതുപോലെ ഇൻഇക്വാളിറ്റി, വിവേചനങ്ങളൊക്കെ നിലനിന്നിരുന്ന സ്ഥലങ്ങളിൽ ഈ ഒരു ഭക്ത പോയറ്റ്സിൻ്റെ ആലാപനം ഒരു ഗ്രേറ്റ് ഇമ്പാക്റ്റാണ് ഉണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു? സാധാരണക്കാരായ ആളുകൾക്കിടയിൽ വളരെയധികം ഇമ്പാക്റ്റാണ് ഉണ്ടായത്. ദ മീനിങ്ലെസ് കസ്റ്റമറി പ്രാക്ടീസസ് ദാറ്റ് പ്രിവൈൽഡ് ഇൻ സൊസൈറ്റി വർ ക്വസ്റ്റ്യൻഡ്. അതായത് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു അർത്ഥവുമില്ലാത്ത അർത്ഥശൂന്യമായ പല കാര്യങ്ങളെയും, ആചാരങ്ങളെയും അനാചാരങ്ങളെയും എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇറസ്പെക്റ്റീവ് കാസ്റ്റ്, ഓൾ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി വർ അട്രാക്റ്റഡ് ടു ദ ഭക്തി മൂവ്മെൻറ്റ്. ഈ ഭക്തി മൂവ്മെൻറ്റിലെ ജാതി മത ലിംഗ വ്യത്യാസമില്ലാതെ ഏത് തരത്തിലുമുള്ളൊരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാവരെയും അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ റൈറ്റിംഗ്സ് ഓഫ് ആൽവാസ് ആൻഡ് നായനാസ് പോപ്പുലർ ഹിന്ദുസം പോപ്പുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ നായനാസും ആൽവാസും കൂടുതലായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലൂടെ ഈ ഭക്തി മൂവ്മെൻറ്റിലൂടെ ഹിന്ദുസമാണ് കൂടുതലായിട്ട് പോപ്പുലറൈസ് ആയത്. ദ റൈറ്റിംഗ്സ് ഓഫ് ആൽവാസ് കം ടു ബി നോൺ ആസ് 4000 ദിവ്യപ്രബന്ധം, while the writings of Nayanas were titled as തിരുമുറൈകൾ. Many temples were also built during this period. ഈ കാലഘട്ടത്തിൽ ധാരാളം അമ്പലങ്ങളും അതായത് പ്രാർത്ഥനാലയങ്ങളൊക്കെ എന്ത് ചെയ്തു? ബിൽഡ് ചെയ്ത് നിർമ്മിച്ചിരിക്കപ്പെട്ടിട്ടുണ്ട്. ദ പ്രോമിനൻറ്റ് പോയിറ്റ്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റിലെ പ്രധാനപ്പെട്ട പോയിറ്റുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഡിവോട്ടീസ് ഓഫ് വിഷ്ണു, അതായത് ആരാ? ആൽവാസിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? കുലശേഖര ആൽവാർ, പെരിയാൽവാർ, നമ്മൽവാർ,
ആണ്ടാൾ. ഇനി നോക്കാം നമുക്ക് നയനാർ, അതായത് ഡിവോട്ടീസ് ഓഫ് ശിവയുടെ പോയറ്റ്സുകളുടെ പേരെന്തൊക്കെയാണെന്ന് നോക്കാം. കരൈക്കലമ്മയാർ, അപ്പാർ, സംബന്ധാർ, സുന്ദരാർ, മാണിക്യവാസകർ. ഈ പ്രധാനപ്പെട്ട പോയറ്റുകളെല്ലാം തന്നെയാണ് ഭക്ത മൂവ്മെൻറ്റ് പീരീഡിൽ ഉണ്ടായിരുന്നത്. ഇവരിലൂടെയാണ് സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് ഭക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതുമൂലം നമ്മളുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പലതരത്തിലുള്ള ഇൻഇക്വാളിറ്റീസിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനും ആളുകൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ചോദ്യം ചെയ്യാനുള്ള ഒരു ധൈര്യമൊക്കെ വന്നത് ഏതിലൂടെയാണ്? ഈ ഭക്ത മൂവ്മെൻറ്റിലൂടെയാണ്. മേക്ക് എ നോട്ട് ഓൺ ദ ചേഞ്ചസ് ദ സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെൻറ്റ് ബ്രോട്ട് എബൌട്ട് ഇൻ ദ സോഷ്യൽ സിസ്റ്റം. സമൂഹത്തിൽ നിലനിന്നുള്ള പല സമ്പ്രദായങ്ങൾക്കും അതുപോലെ സമൂഹത്തിൽ നിന്നുള്ള പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ നമ്മുടെ ഭക്ത മൂവ്മെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു കുഞ്ഞു നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കത് നോക്കാം. The major Bhakta poet who lived in South India was known as Alvars and Nayanar. നമുക്കറിയാലോ ആൽവാർസും നയനാർസും എന്നറിയപ്പെടുന്ന പോയിറ്റുകളായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? സൗത്ത് ഇന്ത്യയിലെ ഭക്ത പീരീഡിൽ ഉണ്ടായിരുന്നത്. ദീസ് പോയിറ്റ്സ് were devotees of Vishnu and Shiva. ആൽവാർ ആരായിരുന്നു? വിഷ്ണു ഭക്തരായിരുന്നു. ശിവഭക്തർ ആരായിരുന്നു അറിയപ്പെടുന്നത്? നയനാർ എന്നും. They are traveled from place to place singing devotional songs in vernacular languages which help in spreading devotion among people. ഈ പോയിറ്റുകൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓരോ സ്ഥലങ്ങളിലും സഞ്ചരിച്ചു കൊണ്ട് അവിടെയുള്ള പ്രാദേശിക ഭാഷകളിലെ എന്തായിരുന്നു ഭക്തിഗാനങ്ങൾ രചിക്കുകയും ആലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു സാധാരണ ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു. വിച്ച് ഹെൽപ്പ് ഇൻ സ്പ്രെഡിങ് ഡിവോഷൻ എമംഗ് പീപ്പിൾ. ആളുകൾക്കിടയിൽ ഭക്തിയെക്കുറിച്ചിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിന് ഹെൽപ്പ് ചെയ്തു? ഈ പോയിറ്റ്സുകൾ ഓരോ സ്ഥലങ്ങളിൽ പോയി വെർണാക്കുലർ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതുകൊണ്ട്. The composition of Bhakta poet had a great impact on common people when evil practices and inequality were dominant. ഇത് എവിടെയായിരുന്നു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എവിൽ പ്രാക്ടീസ് അനാചാരങ്ങളും വിവേചനങ്ങളും എല്ലാം നിലനിന്നിരുന്ന പ്രദേശങ്ങളിൽ വളരെയധികം ഇമ്പാക്റ്റാണ് ഇതിലൂടെ നടന്നിരിക്കുന്നത്. കാരണം ഇവരുടെ രചനകളിലൂടെ അവിടെയുള്ള ആളുകൾക്ക് എവിൽ പ്രാക്ടീസ് അനാചാരങ്ങളും അതുപോലെ തന്നെ വിവേചനങ്ങളൊക്കെ അർത്ഥശൂന്യമാണ്, ഇതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കാനും ആളുകൾക്ക് ഇതിനെതിരെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ധൈര്യമൊക്കെ വരാൻ തുടങ്ങി. ദ മീനിങ്ലെസ് കസ്റ്റമറി പ്രാക്ടീസസ് ദാറ്റ് പ്രിവൈൽഡ് ഇൻ സൊസൈറ്റി വാസ് ക്വസ്റ്റ്യൻഡ്. എന്തായിരുന്നു? ആളുകൾക്ക് ചോദ്യം ചെയ്ത് എന്തിനാണ് എന്നുള്ള ചോദ്യം ചെയ്യാനുള്ള ഒരു ധൈര്യമൊക്കെ വന്നു. ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ഓൾ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി വർ അട്രാക്റ്റഡ് ടു ദ ഭക്തി മൂവ്മെൻറ്റ്. അവിടെ ജാതി എന്നോ മതമെന്നോ ലിംഗവിവേചനമൊന്നുമില്ലാതെ എല്ലാവരെയും ഭക്തിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. The Bhakti movement also helped to prevent major evil practices and inequality from our country. നമ്മുടെ രാജ്യത്തിൽ നിന്ന് തന്നെ അനാചാരങ്ങളെ എല്ലാം നമ്മൾക്ക് തുടച്ചു നീക്കുവാൻ ഒരു പരിധിവരെ ഈ ഭക്തി മൂവ്മെൻറ്റ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. The Bhakta movement gradually started spreading to different parts of India. Let's get to know the propagators of the Bhakti movement in different region. ഓരോ റീജിയണിലും പലതരത്തിലുള്ള ഭക്തി പ്രചാരകരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ പ്രചാരകരെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.